പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നവർക്ക് വരെ ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നു. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ സതീശനെ കുറിച്ച് ഇന്നലകളിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്ന രാജൻ ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ സതീശനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് വി.എസ്. അച്യുതാനന്ദനാണ്. എക്കാലത്തെയും ഫൈറ്റർ ആയിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും മോശമൊന്നുമല്ല. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഇ.കെ. നായനാർ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ ആന്റണി പിന്നെ മുഖ്യമന്ത്രി ആയാലും പിന്നെ പ്രതിപക്ഷ നേതാവായാലും പുള്ളി ഒരു നിർഗുണ പരബ്രഹ്മനാണ്. അതുകൊണ്ട് പിന്നെ പുള്ളിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷെ സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട എക്കാലത്തെ ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, വി.ഡി. സതീശൻ എന്നുള്ളത്. കഞ്ഞിക്കുടി സതീശൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പിന്നെ തൽക്കാലം വിക്കിപീഡിയക്കാർ ഉപയോഗിച്ചോട്ടെ. എന്ത് കാര്യങ്ങളാണ് വി.ഡി. സതീശൻ റൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇത്രയും കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് 4 വർഷം പിന്നെ പൂർത്തീകരിക്കുമ്പം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പുള്ളി ഈ പുട്ടൻ തേങ്ങിട്ട പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യം കേട്ടല്ലോ. ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് കേരളം കണ്ടതിൽ വെച്ച് ആ രീതിയിലേക്ക് അഭിപ്രായം ചെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ